ഗിവ് മീ ഡെമോക്രസി ഓർ ഗിവ് മീ ഡെത്ത്, ലോങ് ലീവ് ഡെമോക്രസി, ജനാധിപത്യം നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യത്തിൽ തുടങ്ങിയതാണ് യൂത്ത് അപ്രൈസൽ. അവർ പറയുന്ന ആ സ്വാതന്ത്ര്യം ജനാധിപത്യം അങ്ങേയറ്റം വെറുപ്പോടെ കണ്ട ചൈനീസ് വൻമതിൽ കുലുങ്ങുന്നോ എന്ന വെറിയിലാണ് ഇന്നേക്ക് 37 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ജൂൺ മാസത്തിൽ നിരായുധരായ വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് ഇരച്ചുകയറിയ PLA പട്ടാള ടാങ്കുകൾ, സൈനിക വാഹനങ്ങൾ ടിയാൻമൻ ചത്തുരത്തിൽ നിന്നും ചരിത്രത്തിലേക്ക് പതഞ്ഞൊഴുകിയത് വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ ചോരയാണ്. വേട്ടയാടി കൊന്നൊടുക്കി ബാക്കിയുള്ളവർ പുറം ലോകം കാണാതെ അപ്രത്യക്ഷരായി അടിച്ചമർത്തിയെങ്കിലും ആയിരക്കണക്കിനായ രക്തസാക്ഷികൾക്ക് സ്ഥാനം അവകാശ പോരാട്ടങ്ങൾ ഇതിഹാസ പുസ്തകത്തിലാണ്. അതിനുമേറെ വർഷങ്ങൾക്ക് മുൻപ് ഈ മഹാരാജ്യത്തിന്റെ തെരുവുകളിൽ കേട്ടൊരു മുദ്രാവാക്യമുണ്ട്, സിംഹാസൻ കാലി കരോക്കി ജനത ആത്തി ഹേ. രാംദാരി ധിങ്കറിന്റെ പാട്ടൊരു പടപ്പാട്ടാക്കി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ബാക്കിങ്ങിൽ ഇറങ്ങിയതല്ല. ഒറ്റക്കൊരൊറ്റയാൻ സാക്ഷാൽ ജയപ്രകാശ് നാരായൺ ഇടിമുഴക്കം പോലെ വിളിച്ച ടോട്ടൽ റവല്യൂഷന്റെ വാർക്കറായി. ആ കാലം മാറി, എക്കാലത്തിന്റെ രാഷ്ട്രീയം മാറി, പുതിയ കാലത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് അതുമായി കമ്പാരിസൺ ഇല്ല എങ്കിലും നിലവിലെ സംവിധാനങ്ങൾ വന്ധീകരിക്കപ്പെട്ടാൽ രോഷമിരമ്പിയാൽ ഒന്നും അസാധ്യമല്ലെന്നതിന് അയൽ രാജ്യങ്ങളിലേക്ക് നോക്കണ്ട, ഈ രാജ്യത്തിന്റെ ചരിത്രം തന്നെയാണ് സാക്ഷ്യം. ശരിയാണ്, ഒരു ന്യായാധിപൻ പറഞ്ഞുകൂടാത്തൊരു വർത്തമാനത്തിൽ പൊട്ടിവീണ മട്ടിലാണ് ഒരു സറ്റയർ കൂട്ടായ്മ. ഏതാനും ദിവസങ്ങളിൽ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ ടീമുകൾ വാവൊളിച്ചിരുന്നു പോയ മുന്നേറ്റം, കോടിക്കോടിക്ക് ഫോളോവിങ്, ആ ട്രാക്ഷനും ഹൈപ്പും ജന്തർ മന്ദറിൽ കണ്ടു കാണില്ല, പാർട്ടികൾ നിറഞ്ഞു കാണില്ല. പക്ഷേ കേവലം 1.5 മാസം കൊണ്ട് അമേരിക്കയിലെ ബോസ്റ്റണിൽ ഒരു ചെറുപ്പക്കാരന്റെ ആഹ്വാനം കേട്ട് 40 ഡിഗ്രിക്ക് മുകളിൽ ചൂടിൽ 1000 അത്രയും ആളിറങ്ങിയെങ്കിൽ തള്ളിക്കളയാനാവില്ല. അത് യുവരോഷത്തിന്റെ പ്രതീകമാണ്. ഏതോ പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥികളുടെ നിരന്തര ആത്മഹത്യകൾ നിമിത്തമായതേ ഉള്ളൂ. കാലാകാലങ്ങളിൽ ഗതികേടുകളിൽ അട്ടിയുറഞ്ഞൊരു ഡെസ്പറേറ്റ് വികാരത്തിന്റെ വോൾക്കാനോ ഇനിയും കാണാതെ കണ്ടടയ്ക്കാനാണെങ്കിൽ ഭരണകൂടമേ അത് വിനാശകാല ബുദ്ധി. ആ UPS സർക്കാരിന്റെ കഴുത്തറക്കാൻ രാഷ്ട്രീയ സപ്പോർട്ടിൽ IAC കാലത്ത് അണ്ണാ ഹസാരെ വാഴ്ചകളിൽ ഓവർ ടൈം പണിയെടുത്ത സോക്കോൾഡ് ദേശീയ മാധ്യമങ്ങൾ കേവലം ഒരു വാർത്ത പോലും കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രതയിൽ മഹാമൗര്യത്തിലാണ്. ജന്തർ മന്ദറിൽ ജൻസി പിള്ളേർ നിങ്ങളെ നോക്കി അധിക്ഷേപിച്ച് കളിയാക്കലാണ്. ദാ ഈ ഫോണിൽ നിങ്ങളെക്കാൾ നല്ല മാധ്യമം ഫിംഗർ ടിപ്പിൽ സമരായുധമുള്ളപ്പോൾ നിങ്ങളെ ആർക്ക് വേണം? മാധ്യമ തമ്പ്രാക്കളെ, അധികാരത്തിന്റെ ദാസ്യപ്പണിക്കാരെ, നാണമുണ്ടോ? ഷെയിം ഓൺ യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.